വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകമെമ്പാടും ഉയരുന്നത്. അതിന്റെ അലവലികൾ ഇന്ത്യയിലും ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇടതു പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ അമേരിക്കയുടെ നടപടികൾക്കെതിരെ, പ്രത്യേകിച്ച് ട്രംപിനെതിരെ ഇപ്പോൾ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. CPI അതോടൊപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്ക്, അതോടൊപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടന അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. JNUവിലെയും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ വിവിധ ഡൽഹി യൂണിവേഴ്സിറ്റിയിലധികം വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഏകാധിപത്യ നടപടികൾക്കെതിരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സമരവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇടതു പാർട്ടികളുടെ നീക്കം. നമ്മോടൊപ്പം ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ നമ്മളൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ചോദിക്കുക, എന്താണ് ഇടതു പാർട്ടികളുടെ ഒരു ലക്ഷ്യം? ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു പ്രതിഷേധം എങ്ങനെയാണ്? ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു പ്രതിഷേധം അല്ല, ഇടതു പാർട്ടികളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ വിരോധ ശക്തികളും ലോകവ്യാപകമായി നടത്തുന്ന പ്രതിഷേധം ഇനിയും വരും ദിവസങ്ങൾ അലയടിക്കും. കാരണം അമേരിക്കയുടെ ഈ അധിനിവേശം വെനിസൂലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവരിനി ക്യൂബയെയും മെക്സിക്കോയെയും മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുകയാണ്. പല കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഒന്നാകെ വരുതിയിലാക്കുവാനും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുവാനും അവർ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകരാജ്യങ്ങൾക്കും നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ഇതിനകം തന്നെ റഷ്യയും ചൈനയും, എന്തിനധികം ഫ്രാൻസ് പോലും ഈ നടപടിക്കെതിരായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ഈ നടപടിക്കെതിരായി രംഗത്ത് വരേണ്ടുന്ന സാഹചര്യമുണ്ടാവും. അതിനു വേണ്ടുന്ന ജനകീയ സമ്മർദ്ദം പല രാജ്യങ്ങളും ഉയർന്നു വരുന്നുണ്ടെന്നതാണ് ആശാവഹമായ കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവരിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ വേൾഡ് പോലീസിംഗ് നയത്തിനെതിരെ, അല്ലെങ്കിൽ സാമ്രാജ്യത്വപരമായിട്ടുള്ള അമേരിക്കയുടെ ട്രംപിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ ഇപ്പോൾ വെനിസ്വേലയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെനിസ്വേലയിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും വെനിസ്വേലയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും എംബസിയുമായി ബന്ധപ്പെടണമെന്നുമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ വേൾഡ് പോലീസിംഗ് നയത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. അമേരിക്കയുടെ ലോക പോലീസിംഗ് നയത്തിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. അതിൽ ഇടത് വലതു പാർട്ടികൾ എന്ന ഭേദമന്യേ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളുമായിട്ടൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എന്തായാലും ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുണ്ട്. നമുക്കറിയാം, എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്താണ്? വെരി ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സിന്റെ, ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള സോവറിൻ ആയിട്ടുള്ള പ്രസിഡന്റിനെ എഗൻസ്റ്റ് വന്നിട്ടുള്ള ഒരു ട്രംപ് ഗവൺമെന്റിന്റെ അറ്റാക്ക് തന്നെയാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ഒരു റൈറ്റ് വിങ് കൂപ്പ് നടക്കുന്നത്. ഏതൊരു രാജ്യം ആയിക്കോട്ടെ, എൽ സാൽവഡോർ ആയിക്കോട്ടെ, പെരു ആയിക്കോട്ടെ, ബൊലീവിയ ആയിക്കോട്ടെ, ക്യൂബ ആയിക്കോട്ടെ, എല്ലാ രാജ്യത്തിലും ഒരു ടൈമിൽ US ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സസിന്റെ കൂപ്പ് നടന്നിട്ടുണ്ട്. അവിടെ ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുവൈറ്റിൽ നടന്ന പോലെ, ഇറാഖിൽ നടന്ന പോലെ സെയിം തന്നെയാണ് നമുക്ക് നോക്കുന്നത്. എന്തെങ്കിലും ഒരു ചാർജസ് അവിടെ ഏൽപ്പിച്ചിട്ട് ഒരു ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റിന് ആംസ് പൊസഷൻ പോലുള്ള ചാർജസ്, നാർക്കോട്ടിക് പോലത്തുള്ള ചാർജസ് ആയിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അവിടെയുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ആയ ഓയിലിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തന്നെയുള്ളൊരു അറ്റാക്കായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യം അതിലൊരു ക്രിമിനൽ സൈലൻസ് പുലർത്തുന്നതും കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. നമുക്കുള്ളൊരു ലെഗസി, ഒരു ആൻറ്റി കൊളോണിയൽ, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ലെഗസിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ, ട്രംപ് പോലുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു സൈലൻസ് ഒരിക്കലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡല്ല, അതൊരു ക്രിമിനൽ സൈലൻസ് തന്നെയാണ്. ഏതൊരു സ്വതന്ത്ര രാജ്യം ഇതിനെതിരെ പ്രതിഷേധിക്കണം, അവരുടെ സ്റ്റേറ്റ്മെന്റ്സും വരണം. UN സെക്യൂരിറ്റി കൗൺസിൽ ഇതിനെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം തന്നെയാണ് ഡിമാൻഡ്.
അതുതന്നെയാണ് അജയ് എല്ലാവരുടെയും ആഗ്രഹം. അമേരിക്കയുടെ ലോക പോലീസിംഗ് നയത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആദ്യ പടി എന്ന വണ്ണമാണ് ഇന്ത്യയിലെ വിവിധ ഇടതു രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധവുമായി ഡൽഹി ജന്തർ മന്ദറിൽ ഇപ്പോഴും പ്രതിഷേധിക്കുന്നു. വർഷങ്ങൾക്കുപരിയായി ഇന്ത്യ ഇപ്പോൾ വെനിസ്വേലയിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെനിസ്വേലയിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾക്കിരയായ ജനങ്ങളോടൊപ്പമാണെന്നാണ് ഇന്ത്യ ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ആശങ്കാജനകമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ വേണ്ടിയുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഈ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. വെനിസ്വേല ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ചർച്ചകളിലൂടെ മേഖലയിലെ സംരക്ഷണം അല്ലെങ്കിൽ ചർച്ചയിലൂടെ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ എംബസി, അതായത് വെനിസ്വേലയിലെ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു വെനിസ്വേലയിലെ ഇന്ത്യക്കാർക്ക് അടിയന്തര നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വെനിസ്വേലയിലുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഇന്ത്യക്കാർ എന്തെങ്കിലും അടിയന്തര ആവശ്യം വരികയാണെങ്കിൽ എംബസിയുമായി ബന്ധപ്പെടണം. ഇന്നലെ അടിയന്തരമായിട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി വെനിസ്വേലയ്ക്കൊപ്പമാണെന്നും അല്ലെങ്കിൽ വെനിസ്വേലയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളൊപ്പമാണെന്നുമുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഖ്യാപനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.